ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ 2026 ഫസ്റ്റ് ഓൺ വോയിസ് ലോങ് വീഡിയോ ആണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഈ ഒരു 2026 ഞാൻ കൊണ്ടുവരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഗീവ് അവേ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മുടെ ഫസ്റ്റ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകണം കേട്ടോ. നമുക്ക് ഈ ഒരു 2026 രണ്ട് ആഗ്രഹമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ 2K സബ്സ്ക്രൈബേഴ്സ് ആക്കുക. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് നടക്കട്ടെ, നടന്നു കഴിഞ്ഞിട്ട് ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ടാഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിൽ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വർക്ക് ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിൻ്റെ കയ്യിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്നെപ്പോലെ ഭയങ്കര ആഗ്രഹത്തോടു കൂടി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ നിർത്തല്ല കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. നിങ്ങൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ച് ആകും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എത്രയോ വട്ടം നിർത്തിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ആഗ്രഹത്തോടു കൂടി യൂട്യൂബ് തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിലെ വീഡിയോസൊക്കെ അത്യാവശ്യം എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ചാനൽ റീച്ച് ആകും. ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇട്ടപ്പോൾ എൻ്റെ ചാനൽ എന്താണെന്നറിയില്ല, ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എങ്കിലും ഓക്കെ, വീഡിയോസ് ഇടുമ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നുണ്ടായിരുന്നു. എങ്കിലും വ്യൂസ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാൾ ഇടാണ്ട് ഇട്ടപ്പോൾ വീണ്ടും കയറുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ശോകമായി. അങ്ങനെ പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേരൊന്നുമില്ല, ചില ദിവസം അങ്ങനെ 1, 2 ആ ഒരു രീതിക്കൊക്കെ അൺസബ്സ്ക്രിപ്ഷൻ ഉള്ളായിരുന്നു. പക്ഷെ ഒരാളെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഏതാണ്ട് ഒരു 1 ഇയറിലൊന്നും ആരും എന്നെ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് 1 മന്ത് ഒക്കെ ആയപ്പോൾ ഏറെക്കുറെ അൺസബ്സ്ക്രിപ്ഷൻ 1 ഇയറിലൊക്കെ 1 or 2 ഒക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരാൾ പോയാലും 2 പേര് അല്ലെങ്കിൽ 3 പേര് കയറുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഞാൻ അയച്ചു നോക്കുമ്പോൾ ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ ഭയങ്കര സങ്കടം. അത് നമ്മൾ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ച് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സാധനം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ പക്ഷെ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീഡിയോ ഇടുന്നത്. പക്ഷെ അത് കാണുന്ന വ്യൂവേഴ്സിന് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്നില്ലല്ലേ. ഇപ്പം ഞാനായാലും വേറൊരാളുടെ ചാനൽ കാണുമ്പം അയാൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോൺഫിഡൻസോട് കൂടി ഇരുന്നൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അൺസബ്സ്ക്രൈബ്. ഞാനായാലും സ്വാഭാവികമായിട്ട് അതേ ചെയ്യുള്ളൂ, അതുപോലെയുള്ള മറ്റുള്ളവർ. പക്ഷെ ആ ഒരു തിങ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി. പിന്നെ അങ്ങനെ അൺസബ്സ്ക്രിപ്ഷൻ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്, കുറയുന്നതിൻ്റെ ഇരട്ടി കയറുന്നുണ്ട്. അതിലായിരുന്നു എനിക്ക് സന്തോഷം. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നു, 1K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത്. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഈ ആളുകൾ എന്നെ ട്രോളുന്ന, അതായത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും ചിലവാണെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇവർ ട്രോള് അതെനിക്കറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ ഇതാക്കി പറയാമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കുണ്ടല്ലോ, എനിക്കിത് അറിഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഉള്ളിൽ എനിക്ക് 100 പേര് സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ. കാര്യം ഞാൻ ഫ്രണ്ട്സിനോടൊന്നും ഇങ്ങനെ എൻ്റെ ചാനലിനെ പറ്റി ഒന്നും ആ ടൈം ഞാൻ ഷെയർ ആക്കിയിട്ടില്ല. അങ്ങനെ എനിക്കൊരു ഉള്ളിലൊരു ഷൈനസ് ഉണ്ട്. എൻ്റെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രം ജസ്റ്റ് ഇങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അങ്ങനെ പറയാതെ തന്നെ അതും ഞാൻ 2-3 പേരോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ തന്നെ ഞാൻ എന്ത് ചെയ്തു, വാട്സപ്പിൽ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നോക്കി. സബ്സ്ക്രൈബേഴ്സ് നോക്കിയപ്പോൾ അധികം ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആരും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ 3-4 പേര് കൂടി. പിന്നെ വേറൊരു ലോങ് വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ 3-4 പേര് സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പോൾ ഏതാണ്ട് ഒരു 10-15 പേര് കിട്ടിക്കാണും എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയിൽ നിന്ന്. പക്ഷെ ബാക്കിയൊക്കെ എനിക്കറിയാത്ത ആരോഗ്യമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആ ഫസ്റ്റ് 100 സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. അതിലാരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ഡേ 1 തൊട്ട് എൻ്റെ ഇത്രയും ദിവസം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് ഡേ 1 തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എനിക്ക് വെറുപ്പൊതിച്ച് അങ്ങനൊന്നുമില്ല കേട്ടോ. എല്ലാവരോടും എനിക്ക് നന്ദി, സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ എത്തിയെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്.
അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല. ആഹ് എനിക്ക് എനിക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ കാണും. ചിലരുടെ ആഗ്രഹം നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. ശ്ശെ ഇതൊക്കെയാണ് ഓരോ ആഗ്രഹങ്ങളെന്ന് തോന്നും. പക്ഷേ അവർക്ക് ആ ആഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരിക്കും. അതുപോലെയാണ് എനിക്ക് ഇത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ആഗ്രഹമോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഇപ്പോഴും എൻ്റെ ഫോണിൽ കുറേ വീഡിയോസ് ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇനി ഞാൻ അപ്ലോഡ് ആക്കില്ല കേട്ടോ. അപ്ലോഡ് ആക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒന്ന് ക്വാളിറ്റി ഇല്ല. പിന്നെ ഒന്നെന്ന് വെച്ചാൽ എന്തൊക്കെയോ അതായത് നമുക്ക് എനിക്കതൊക്കെ അന്നൊക്കെ അപ്ലോഡ് ആക്കിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനി അതൊക്കെ അപ്ലോഡ് ആക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ അങ്ങനെ കുറേ എനിക്കൊരു ദിവസം ഇത്ര വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മ രാവിലെ ജോലിക്ക് പോകും. പിന്നെ അച്ഛനും ഞാനും ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ആ ഒരു ടൈമിൽ അച്ഛൻ രാവിലെ ആ ഒരു ടൈമിൽ ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അച്ഛൻ ഉച്ചയാകുമ്പോഴാണ് ജോലി കഴിഞ്ഞ് വരിക. അപ്പോഴേക്കും ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ പറയുക അമ്മ രാവിലെ ഉച്ചക്കത്തെ ചോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നു. പിന്നെ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കും. പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ ഞാൻ വെക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഇതിൻ്റെ ആ ഒരു ടൈമുണ്ട്. ഒരു 9 മണി തൊട്ട് 12 മണി വരെ. ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയുള്ള വീഡിയോസ് കാര്യങ്ങൾ എടുക്കുന്നതായാലും എഡിറ്റ് ചെയ്യുന്നതായാലും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഷിഫ്റ്റ് ടൈമിംഗ് ആണ്. ഞാൻ ജോലിക്ക് കയറും. ഈ ജോലിക്ക് കയറുമ്പോൾ എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞാൽ യൂട്യൂബായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിനോട് ഇപ്പം എനിക്കെന്നാൽ ഇതിൽ നിന്ന് ഇൻകമോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല സാലറിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പൊസിഷനായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഇതിനെക്കാട്ടിലും എൻ്റെ ഇൻട്രസ്റ്റ് ഇതിനകത്തേക്കായിരുന്നു യൂട്യൂബിൽ. ഞാൻ എൻ്റെ വർക്ക് അവിടെ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു മൈന്യൂട്ട് എറർ വന്നാൽ കൂടി അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഒരു വലിയൊരു ഡോക്ടർ ഗ്രൂപ്പിനെ തന്നെ അഫക്റ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അത് ഭയങ്കര സിമ്പിളായിരുന്നു എനിക്ക് ആ ഒരു വർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ യൂട്യൂബിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ അത് എങ്ങനെ നമ്മുടെ വർക്ക് സ്മാർട്ട് ആൻഡ് ഈസി ആയിട്ട് ചെയ്യാം വിത്ത് 100% ആക്യുറസി എന്നൊരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് എനിക്ക് ആ വർക്ക് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യും, യൂട്യൂബിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എനിക്കന്ന് എഡിറ്റിംഗ് അറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്ക് എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. അന്ന് എൻ്റെ കയ്യിലും ഒരു ചെറിയൊരു ഫോണായിരുന്നു. അതിനകത്ത് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ആംഗിളോ റേഷ്യോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ടായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിലാണ് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ വീഡിയോ എടുക്കണം, പിന്നെ റേഷ്യോയിൽ എടുക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യണം, ഇത് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. അതായത് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ടൈമായിരുന്നു ഞാൻ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഗ്രീനറിയൊക്കെ കൊള്ളാം. പിന്നെ കുറേ പേര് അല്ലാതെ ഞാൻ വീടിൻ്റെ അകം ഒന്ന് പെയിൻറ്റ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരില്ല, ഒന്നുമില്ല. എനിക്കൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അതിനകത്ത് എൻ്റെ ഫോൺ വെച്ചാൽ എത്രയോ വട്ടം എൻ്റെ ഫോൺ പോയിട്ടുണ്ടെന്ന് അറിയാം. എത്ര വട്ടം എൻ്റെ സ്ക്രീനൊക്കെ ഫുള്ള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ട്രൈപോഡിൽ നിന്ന് മറിഞ്ഞു വീണ്. ഞാൻ പിന്നെ തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത നാളുകളായിരുന്നു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു 1K സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു സങ്കടം വരുന്നു. എനിക്ക് വേറൊന്നുമല്ല, എന്നെ കളിയാക്കി ഒത്തിരി ആൾക്കാരുണ്ട്, സ്റ്റിൽ കളിയാക്കുന്നവരുണ്ട്, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഭയങ്കര സംഭവം അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല. പക്ഷേ എനിക്കൊരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഞാനത് നേടുക തന്നെ ചെയ്യും. അതായത് ചില ആഗ്രഹങ്ങൾ ഞാൻ വിട്ട് കളയും. അങ്ങനെ അതായത് എനിക്കിനി അത് വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിൽ ഞാൻ അത് വിട്ട് കളയുന്നുണ്ട്. പക്ഷേ ചില ആഗ്രഹങ്ങൾ ഞാൻ അങ്ങനെ വിട്ട് കളയില്ല. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള കളിയാക്കലുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചില ടൈമിൽ ഞാൻ പറഞ്ഞു നിൽക്കും. കാരണം എൻ്റെ ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് പിടിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ അതിനും നിൽക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. ഇനി ഇത്രയും നാൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ കുറേയൊക്കെങ്കിലും ഒന്ന് മൂടി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും ഇനി ഇപ്പം ഞാൻ ഏകദേശം ഒരുവിധം ഒരു സൈഡൊന്നും ഒതുക്കിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ക്ലിയർ അപ്പ് ചെയ്യും. പക്ഷേ എങ്കിലും ഇപ്പം ഒരുവിധം ഞാനൊരു സൈഡ് സേഫാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മറു സൈഡിൽ നിന്ന് എനിക്ക് ഒന്ന് ലെവലപ്പ് ചെയ്യണം. പക്ഷേ ഈ പറയുന്ന കണക്ക് ഞാൻ കുറച്ച് നാൾ എൻ്റെ ആഗ്രഹങ്ങളുടെ പിറകെ പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. അതൊക്കെ
ഒരു കുറേ നാൾ കഴിയുമ്പോഴേക്കും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു സക്സസ് പോയിന്റിലെത്തും. അന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് കേട്ടോ എന്നെനിക്ക് പറഞ്ഞിട്ട് ധൈര്യമായിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള എൻ്റെ കുറച്ച് നാളുകളല്ല, കുറച്ച് മാസങ്ങളാകും, കുറച്ച് വർഷങ്ങളാകാം, പക്ഷെ ഞാൻ ആ ഒരു പൊസിഷനിൽ എത്തുക തന്നെ ചെയ്യും. അത്രത്തോളം എനിക്ക് മനസ്സിലൊരു സാധനം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലായിട്ട് എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ, എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹം കാണും, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതിരുന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹങ്ങളായിട്ട് മാത്രം നിൽക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് ആവുകയെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ആ ഒരു ടൈമിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നേട്ടങ്ങളായിട്ട് വരുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പലരിൽ നിന്നുണ്ടായിട്ടുള്ള അവഗണനകളിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ പലരുടെയും പരിഹാസങ്ങളിൽ അല്ലെങ്കിൽ പുച്ഛങ്ങൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് ചില ആഗ്രഹങ്ങൾ വരും. അത് വാശിയാകും, ഭയങ്കര റിവഞ്ചാകും. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ നിമിഷ നേരം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടും എനിക്ക് ആ ഒരു രീതിയിലൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ലെവലിൽ എത്തണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇപ്പോഴും എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കുറച്ച് ആളുകളുടെ ഇടയിൽ തന്നെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലേറ്റവും ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട്ണറിന്ന് ആ ഒരു എന്താ പറയുക സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്നെ കളിയാക്കുന്ന ടൈമിൽ പോലും, അതായത് എന്നെ കളിയാക്കാറുണ്ടെങ്കിലും എന്താ പറയുക, ഒരു ഉള്ളിലൊരാഗ്രഹം, അതായത് അവൾ ഇന്ന നിലയിലെത്തണം എന്നുള്ളിലൊരാഗ്രഹം കൊണ്ടുള്ളൊരു കളിയാക്കലാണ്. അത് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മുടെ അമ്മയോ അച്ഛനോ നമ്മളെ കളിയാക്കിയാലും നമ്മളൊരു നല്ല പൊസിഷനിലെത്തണം എന്നുള്ളൊരു നിലയിലുള്ളൊരു കളിയാക്കലുണ്ട്. ആ ഒരു കളിയാക്കൽ വേറെ, പക്ഷെ വേറൊരു രീതിയിലുള്ളൊരു കളിയാക്കലുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഇനി ഇതും കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചിലരുടെ കളിയാക്കലുകൾ നമുക്ക് ഭയങ്കര ഹർട്ടാകും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ആരോ എന്തോ പറഞ്ഞു എനിക്കത് കൊണ്ടു. അതൊന്നുമല്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നെ അങ്ങനെ ആരും കളിയാക്കുന്നൊന്നുമില്ല. മേ ബി ഉണ്ടായിരിക്കാം, മാറി എന്ന് പറയുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ അധികം ഇപ്പോൾ നേരിട്ട് ആരും അങ്ങനെ പറയുന്നില്ല. എന്നെ കളിയാക്കിയവർ പോലും സത്യം പറഞ്ഞാൽ എന്നെ നല്ല രീതിക്ക് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഇപ്പോൾ വീഡിയോയ്ക്കൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത പോലെ തോന്നി കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഈ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ മേ ബി ഞാൻ നല്ല ക്വാളിറ്റിയിലായിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സീൻ വരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഓക്കെ, അപ്പോൾ എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിനോട് ഒരു കാര്യം എനിക്ക് പറയുള്ളൂ. നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ടോ ഇൻസ്പിറേഷനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വഴിയെ പോയവൻ പറയുന്നൊരു വാക്കായിട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ നിർത്തരുത് ഗൈസ്, നിങ്ങൾ നിർത്തേ ചെയ്യില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് വന്നെന്ന് വെച്ചാലും ശരി, നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഡേ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, എന്തെങ്കിലും ഒരു ദിവസം, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് റീച്ചാകാം. 5 ദിവസം, 5 മാസം, 5 വർഷം, 10 വർഷം, നിങ്ങൾ നിർത്തേ ചെയ്യില്ല. ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങളെത്തും. സോ നിർത്തരുത്, നിങ്ങൾ വീഡിയോ ഇടുക, നിങ്ങൾ റീച്ചാകും ഐ മീൻ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുക, അത് കിട്ടും. വ്യൂവേഴ്സ് ആണെങ്കിൽ അത് കിട്ടും, എല്ലാം കിട്ടും. നിങ്ങൾ നിർത്തേ ചെയ്യല്, മുന്നോട്ട് പോകാം. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ആളുകളുടെ സപ്പോർട്ട്സാണ് ആവശ്യം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതായത് ഓരോ ആൾക്കാരും ഓരോ പ്രതീക്ഷയോട് കൂടിയായിരിക്കും. ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റാഗ്രാം ആയാലും അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ചിലർക്കത് ഇൻകം ആയിരിക്കാം, ചിലർക്ക് അവരുടെ ഡ്രീം ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾക്കിപ്പോൾ ഒരാളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അവരുടെ വീഡിയോസും സെർച്ച് ചെയ്ത് കാണാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാര്യം എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാരെ അറിയാം. അപ്പം അവരെന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ യൂട്യൂബ് വീഡിയോസിന് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് അങ്ങനത്തെ ഒക്കെ ചാനൽ അത്യാവശ്യം നല്ല, എൻ്റെ ചാനലിനെക്കാട്ടി നല്ല അടിപൊളി വീഡിയോസ്, നല്ല ചാനൽ
പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ് എന്ന് വെച്ചാൽ എനിക്കങ്ങ് ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നല്ല കേട്ടോ. പക്ഷേ ചില ആളുകളുണ്ട്, ഒരുപാട് കഴിവുകളുള്ള ആളുകൾ എന്തൊക്കെയോ എന്തൊക്കെയോ റീസണാൽ സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്നത്. ബട്ട് നിങ്ങൾക്കൊരു ദിവസമുണ്ട് ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ദിവസം ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എത്തിയിരിക്കും. നിങ്ങൾ നിർത്തരുത്, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 2026 എൻ്റെ ചാനലിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, അത് ഞാൻ പറയില്ല, അത് ഈ വർഷം നടക്കട്ടെ. നടക്കാനായിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പെർഫോം ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലും ദൈവത്തിൻ്റെ കയ്യിലൊക്കെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ ചാനൽ ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗീവ് അവേ. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം ഞാൻ മറന്നിട്ടോ ഒന്നുമില്ല കേട്ടോ. ഞാനിപ്പം നാട്ടിലല്ല, ഞാനിപ്പോൾ കറൻ്റ് അബുദാബിയിലാണ്, വിസിറ്റിംഗ് വിസയിലാണ്. ബട്ട് അതുകൊണ്ട് നമ്മുടെ ഗീവ് അവയെ പറ്റി മറന്നിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. ഗീവ് അവേയുടെ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വന്നത്. അതായത് ഞാൻ കുറച്ച് ഒരാൾക്കല്ല ഞാൻ ഗീവ് അവേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് ക്രൈറ്റീരിയസ് എൻ്റെ മനസ്സിലായിരുന്നു. ഞാൻ ചാനലിൽ പറഞ്ഞ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മൾ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തത് 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ്. അതിനി 4 കൊല്ലം കഴിഞ്ഞാലും 5 കൊല്ലം കഴിഞ്ഞാലും എന്നാണോ 2K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലാവുക, അപ്പോഴേ ഞാൻ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ചതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറേ ക്രൈറ്റീരിയസ്, അതായത് എൻ്റെ കണ്ടിന്യൂസ് സപ്പോർട്ടേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും കമൻറ്റ് സെക്ഷൻ ആയാലും അങ്ങനെ കുറേ ക്രൈറ്റീരിയസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിക്ക് തന്നെ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ ഗിഫ്റ്റ് ഇന്ന സെക്ഷൻ വന്ന ആൾക്ക് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് നെയിം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ, അതായത് വിന്നറിനെ അനൗൺസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2K സബ്സ്ക്രൈബറാണ്, ആ ഒരു ടൈമിലെ നമുക്ക് എൻ്റെ മനസ്സിൽ ലോട്ടിട്ടിട്ട് എടുക്കാമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അല്ലെന്നുണ്ടെങ്കിൽ കമൻസ് നോക്കിയിട്ട് എടുക്കാമെന്നുള്ളത്. ഇതിലേതെങ്കിലും ഒരു രീതിയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്തായാലും അത് ലൈവായിട്ടേ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഗീവ് അവേ എന്തായാലും ഞാനത് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. സോ ആ ഒരു രീതിക്കാണ് ഗീവ് അവേയുടെ പ്ലാനിങ്സ്. നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവണ്ട. ഗീവ് അവേക്ക് വേണ്ടിയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗീവ് അവേയുടെ യാതൊരുവിധ നോട്ടിഫിക്കേഷൻ ഇല്ലാത്തപ്പോൾ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിപ്പം നമ്മളായാലും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാല്ലേ. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. നമ്മളെ സബ്സ്ക്രിപ്ഷൻ ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചാനലുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇങ്ങനെ അപ്ഗ്രേഡ് ആകുമ്പോൾ നമുക്ക് അതനുസരിച്ച് യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്ത് ചെയ്താലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ ഈ പറഞ്ഞ കണക്ക് ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മളിങ്ങനെ ലെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ പുതിയ എന്താ പറയുക കാര്യങ്ങൾ, നമുക്ക് അപ്ഡേറ്റ്സ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും യൂട്യൂബിൽ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അതാണ് ഗീവ് അവേയുടെ കാര്യം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി എൻ്റെ പ്ലാനിങ്സ് എന്ന് വെച്ചാൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. ഞാൻ മാക്സിമം ഇടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ മൈൻഡ് ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യനല്ലേ പിള്ളേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നു പോകും. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഒന്നിനും എന്നെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ ചാനലാണ് ഏറ്റവും പ്രഷ്യസ്. ഞാൻ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യും. അതായത് എൻ്റെ ചാനലിനുപരി നമ്മുടെ ഒരു ഫാമിലി, ആ ഒരു തോട്ടാണ് എനിക്കിപ്പോൾ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യും. ബാക്കിയൊക്കെ ഈ പറഞ്ഞ കണക്ക് എല്ലാം ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും ഗീവ് അവേക്ക് വേണ്ടിയിട്ട് എന്തായാലും മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നല്ല നല്ല ഗിഫ്റ്റ്സും കാര്യങ്ങളായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല നല്ല ഗിഫ്റ്റ്സാണ് ഞാൻ ഗീവ് അവേക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഫിനാൻഷ്യൽ എബിലിറ്റി ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഗിഫ്റ്റ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത്. അതൊരു കുഞ്ഞൊരു മുട്ടയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. എനിക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഗീവ് അവേന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടിയാൽ ഞാൻ അതൊക്കെ ഭയങ്കര ഇങ്ങനെ വെക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഗീവ് അവേ എന്ന് മാത്രമല്ല, പുറത്തുനിന്നായാലും ഒരാൾ എന്തെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഗിഫ്റ്റിൻ്റെ ആരും പറഞ്ഞപ്പോഴാണ് വെഡ്ഡിങ്ങിൻ്റെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ടൈം തൊട്ട് ഓട്ടമായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഓടി ഇപ്പം വന്ന് നിൽക്കുന്നത് അബുദാബിയിലാണ്. ഇവിടെ എനിക്ക് കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനെ ഒന്ന് ലെവലപ്പ് ചെയ്തെടുക്കണം, അതെൻ്റെ ഭയങ്കര ഡ്രീമാണ്. 2026 ഞാനത് നേടുക തന്നെ ചെയ്യും.
ഓക്കെ. എന്തായാലും പിന്നെ ഈ സബ്സ്ക്രിപ്ഷനും അൺസബ്സ്ക്രിപ്ഷനും ഒക്കെ അതൊക്കെ നിങ്ങളുടെയൊക്കെ കയ്യിലാണ്, അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ എൻ്റെ വീഡിയോസ് പറ്റുന്ന രീതിക്ക് മാക്സിമം നല്ലതാക്കി അപ്ലോഡ് ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലും കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ട് ഇത് വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇനി തൊട്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് എനിക്ക് വരാൻ പോകുന്നില്ല. എനിക്കെന്താണോ ഇഷ്ടം, എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ അപ്ലോഡ് ആക്കും ഗൈസ്. പിന്നെ നമ്മുടെ ഒരു ഫാമിലിയാണ്. സോ എൻ്റെ വീഡിയോ കൊള്ളില്ലെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ പറയുക. കാര്യം നിങ്ങളുടെ ആ ഒരു കമൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര എനിക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് അത് ജെന്യുവിനായിട്ട് പറയാം കേട്ടോ. അതായത് ഇപ്പം എനിക്ക് എന്ത് തോന്നുന്നു വെച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് കൊള്ളില്ലാത്തതിന് കൊള്ളില്ല എന്ന് തന്നെ പറയാം. അപ്പോഴേ എനിക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം ഇപ്പോൾ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിൽ പറയാണ്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇപ്പോൾ ഓൺ വോയിസിൻ്റെ കാര്യമായാലും സൗണ്ട് കുറവിൻ്റെ ആയാലും ക്ലാരിഫിക്കേഷൻ്റെ ആയാലും അങ്ങനെ കുറച്ച്, അതുപോലെ സംസാരിക്കുമ്പോൾ ലാഗായാലും സ്പീഡായാലും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അതായത് നമ്മുടെ ഒരു ഫാമിലിയെ ഒരു സ്വന്തം ഫാമിലിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് ഇതുപോലൊരു പ്ലാറ്റ്ഫോം. സോ എനിക്കത്, അതും എന്നെപ്പോലെ ഒരു കുഞ്ഞു ചാനലിന് ഇത്രയും ഒരു എന്താ പറയുക, ഇങ്ങനെ എനിക്കൊരു റിയാക്ഷൻസ് കിട്ടുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് പറഞ്ഞറിയിക്കാറില്ല. നിങ്ങൾക്കത് ഫീൽ ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതായത് എന്നെപ്പോലെ കുഞ്ഞു ചാനലുള്ള കുറച്ച് ആഗ്രഹങ്ങൾ, ഇതുപോലെ 1K സബ്സ്ക്രൈബേഴ്സ് അങ്ങനത്തെ കുറേ, അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹങ്ങളാണ് ഗൈസ്. അങ്ങനത്തെ ആഗ്രഹമുള്ള ആളുകൾക്ക്, ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉള്ള ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അത് കമൻസിലൂടെ ആയാലും പേഴ്സണലി ആയാലും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. സോ ഇത് ഇങ്ങനെ തന്നെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ചാനലിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കാര്യത്തിലായാലും. അപ്പോൾ ഈ ഒരു സാധനം, അതായത് ഈ ഒരു സന്തോഷം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെബിലിറ്റി എനിക്ക് എന്നും ഇങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വരും വീഡിയോസിൽ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. സ്റ്റേ സേഫ്, ഹാപ്പി, സ്റ്റേ അറ്റ് ഹോം. ബൈ.